ശാന്തി. 30-11-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സൺ ഷോസ് ഫാദർ. മന്മത് ഉപേക്ഷിച്ച് ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. അപ്പോൾ ബാബയുടെ ഷോ ചെയ്യുവാൻ സാധിക്കും. ചോദ്യം: ഏത് കുട്ടികളെ ബാബ തീർച്ചയായും രക്ഷിക്കുക തന്നെ ചെയ്യുന്നു? ഉത്തരം: ഏത് കുട്ടികളാണോ സത്യതയുള്ളവർ, അവരുടെ രക്ഷ തീർച്ചയായും ഉണ്ടാകുന്നു. അഥവാ രക്ഷ ഉണ്ടാകുന്നില്ലെങ്കിൽ ഉള്ളിൽ തീർച്ചയായും ഏതെങ്കിലും അസത്യം ഉണ്ടാകും. പഠനം മിസ് ചെയ്യുക, സംശയത്തിൽ വരിക എന്നാൽ ഉള്ളിൽ ഏതെങ്കിലും അസത്യമുണ്ട് എന്നാണ്. അവരെ മായ തള്ളിയിടുന്നു. ചോദ്യം: ഏത് കുട്ടികൾക്കാണ് മായ കാന്തമാകുന്നത്? ഉത്തരം: ആരാണോ മായയുടെ സൗന്ദര്യത്തിൻ്റെ നേർക്ക് ആകർഷിതരാകുന്നത് അവർക്ക് മായ കാന്തമാണ്. ശ്രീമത്തിലൂടെ നടക്കുന്ന കുട്ടികൾ ആകർഷിതരാവുകയില്ല. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവാണ് ആത്മീയ കുട്ടികളായി നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന നിശ്ചയം കുട്ടികൾ വരുത്തി. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്നത് അതിനെക്കുറിച്ചുള്ള മഹിമയാണ്. മൂലവതനത്തിൽ വേർപിരിഞ്ഞിരിക്കുന്നില്ല. അവിടെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. വേറിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആത്മാക്കൾ അവിടെ നിന്നും വേർപിരിഞ്ഞ് വന്ന് തങ്ങളുടെ പാർട്ട് അഭിനയിക്കുകയാണ്. സതോ പ്രധാനത്തിൽ നിന്നും ഇറങ്ങി തമോ പ്രധാനമാകുന്നു. പതീത പാവന വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് വിളിക്കുന്നു. ബാബയും പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. ഈ സൃഷ്ടിയുടെ ചക്രം തന്നെ 5000 വർഷമാണ്. മുൻപ് നിങ്ങൾ ഇതറിഞ്ഞിരുന്നില്ല. ശിവ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു ശരീരത്തിലൂടെയാണ് മനസ്സിലാക്കിക്കുക. മുകളിൽ നിന്നും ശബ്ദമുണ്ടാക്കുന്നൊന്നുമില്ല. ശക്തിയുടെയോ പ്രേരണയുടെയോ മറ്റോ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആത്മാവ് ശരീരത്തിൽ വന്ന് സംഭാഷണം നടത്തുന്നു. അതേപോലെ ബാബയും പറയുന്നു, ഞാനും ശരീരത്തിലൂടെ ഡയറക്ഷൻ നൽകുന്നു. പിന്നെ അതിലൂടെ ആര് എത്ര നടക്കുന്നുവോ അപ്പോൾ തൻ്റെ തന്നെ മംഗളം ചെയ്യുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയോ നടക്കാതിരിക്കുകയോ, ടീച്ചർ പറയുന്നത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്നത് തനിക്ക് വേണ്ടി തന്നെ മംഗളമോ അമംഗളമോ ചെയ്യലാണ്. പഠിച്ചില്ലെങ്കിൽ തീർച്ചയായും ഫെയിലാകും. ഇതും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ശിവ് ബാബയിൽ നിന്നും പഠിച്ച ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഫാദർ ഷോസ് സൺ. ശാരീരിക ഫാദറിൻ്റെ കാര്യമല്ല, ഇത് ആത്മീയ പിതാവാണ്. എത്രത്തോളം നമ്മൾ ശ്രീമത്തിലൂടെ നടക്കുമോ അത്രയും സമ്പത്ത് നേടും എന്നതും നിങ്ങൾ മനസ്സിലാക്കുന്നു. പൂർണ്ണമായും നടക്കുന്നവർ ഉയർന്ന പദവി നേടും. നടക്കാത്തവർ ഉയർന്ന പദവി നേടുകയില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകട്ടെ. രാവണ രാജ്യത്തിൽ നിങ്ങളുടെ മേൽ പാപം വളരെയധികം കയറിയിരിക്കുന്നു. വികാരത്തിൽ പോകുന്നതിലൂടെ തന്നെയാണ് പാപാത്മാവാകുന്നത്. പുണ്യ ആത്മാവും പാപാത്മാവും തീർച്ചയായും ഉണ്ട്. പുണ്യ ആത്മാവിന് മുന്നിൽ പാപാത്മാക്കൾ പോയി ശിരസ് നമിക്കുന്നു. ദേവതമാർ പുണ്യ ആത്മാവായിരുന്നുവെന്നും അവർ തന്നെ പിന്നെ പുനർജന്മത്തിൽ വന്ന് പാപാത്മാവാകുന്നുവെന്നും മനുഷ്യർക്ക് അറിയില്ല. അവർ വിചാരിക്കുന്നു ഇവർ സദാ പുണ്യ ആത്മാവാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പുനർജന്മം എടുത്തെടുത്ത് സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം വരെ വരുന്നു. എപ്പോഴാണോ തീർത്തും പാപാത്മാവായി മാറുന്നത് അപ്പോൾ പിന്നെ ബാബയെ വിളിക്കുന്നു. എപ്പോഴാണോ പുണ്യാത്മാവായിരിക്കുന്നത് അപ്പോൾ ഓർമ്മിക്കേണ്ട ആവശ്യമേയില്ല.
അപ്പോൾ ഇത് കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, സർവീസ് ചെയ്യണം. ബാബ പോയി എല്ലാവരെയും കേൾപ്പിക്കുകയില്ല. കുട്ടികൾ സർവീസ് ചെയ്യാൻ യോഗ്യമാണെങ്കിൽ കുട്ടികൾ തന്നെയാണ് പോകേണ്ടത്. മനുഷ്യർ ദിനം പ്രതിദിനം അസുരനായിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിവില്ലാത്തത് കാരണം അവിവേകം പറയുന്നതിനും മടിക്കുന്നില്ല. മനുഷ്യർ പറയുന്നു ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കുന്നു കൃഷ്ണൻ ദേഹധാരിയാണ്. കൃഷ്ണനെ ദേവത എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണനെ പിതാവ് എന്ന് പറയുകയില്ല. ഇതാകട്ടെ എല്ലാവരും ഫാദറിനെയാണല്ലോ ഓർമ്മിക്കുന്നത്. ആത്മാക്കളുടെ ഫാദറായി രണ്ടാമതാരുമില്ല. ഈ പ്രജാപിത ബ്രഹ്മാവും പറയുന്നു നിരാകാരനായ ഫാദറിനെ ഓർമ്മിക്കണം. ഇത് കോർപ്പോറിയൽ ഫാദറാകുന്നു. വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ചിലർ പൂർണ്ണമായും മനസ്സിലാക്കാതെ തലകീഴായ മാർഗം സ്വീകരിച്ച് കാട്ടിൽ ചെന്നെത്തുന്നു. ബാബയാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴി പറഞ്ഞു തരുന്നു. എന്നിട്ടും കാടിൻ്റെ നേർക്ക് പൊയ്ക്കളയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു നിങ്ങളെ കാടിൻ്റെ നേർക്ക് കൊണ്ടുപോകുന്നവൻ രാവണനാണ്. നിങ്ങൾ മായയോട് തോൽക്കുന്നു, വഴി മറന്നു പോകുന്നു. പിന്നെ ആ കാടിലെ മുള്ളായി മാറുന്നു. അവർ പിന്നെ സ്വർഗത്തിൽ വൈകിയായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാൻ വന്നിരിക്കുന്നു. ത്രേതയെയും സ്വർഗം എന്ന് പറയുകയില്ല. 25% കുറവാണല്ലോ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പഴയ ലോകം ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകുവാനാണ്. ത്രേതയെ പുതിയ ലോകം എന്ന് പറയില്ല. തോൽക്കുന്നവരാണ് അവിടേക്ക് പോകുന്നത്. കാരണം വഴി ശരിയായി പിന്തുടരുന്നില്ല, കീഴ്മേലായിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ഓർമ്മയാണോ ഉണ്ടായിരിക്കേണ്ടത് അത് നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആരാണോ സ്വർഗവാസിയാകുന്നത് അവരെ നന്നായി പാസ്സായവർ എന്ന് പറയും. ത്രേതയിലുള്ളവർ തോറ്റവരായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാകുന്നു. ഇല്ലെങ്കിൽ പിന്നെ തോറ്റവർ എന്ന് പറയപ്പെടും. ആ പഠനത്തിലാണെങ്കിൽ രണ്ടാമത് വീണ്ടും പഠിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ വർഷം പഠിക്കുന്നതിൻ്റെ കാര്യമേയില്ല. കഴിഞ്ഞ കൽപ്പത്തിൽ പാസ്സായ അതേ പരീക്ഷ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലും കൽപ്പകൽപ്പാന്തരങ്ങളിലും പാസ്സാകുന്നത്. ഈ ഡ്രാമയുടെ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് ചിലർ വിചാരിക്കുന്നു. വൃദ്ധരാണെങ്കിൽ അവരുടെ കൈ പിടിച്ച് നടത്തിക്കൂ, അപ്പോൾ നടക്കും. ഇല്ലെങ്കിൽ വീണു പോകും. പക്ഷേ ഭാഗ്യത്തിലില്ലെങ്കിൽ പുഷ്പമാക്കുവാനായി എത്ര ഊന്നൽ നൽകിയാലും ആകുന്നില്ല. എരിക്കും പുഷ്പമാണ്. ഈ മുള്ള് കുത്തുന്നു. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. ഇന്നലെ നിങ്ങൾ ഏതൊരു ശിവന്റെ പൂജയാണോ ചെയ്തിരുന്നത് ആ ഒന്ന് ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യത്തിലും പുരുഷാർത്ഥത്തിന് വേണ്ടി തന്നെയാണ് ഊന്നൽ നൽകുന്നത്. മായ നല്ല നല്ല പുഷ്പങ്ങളെയും താഴെ വീഴ്ത്തുന്നതായി കാണുന്നു. എല്ലുകൾ തകർക്കുന്നു. അവരെ പിന്നെ ട്രേറ്റർ എന്ന് പറയുന്നു. ആരാണോ ഒരു രാജധാനി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകുന്നത് അവരെ ട്രേറ്റർ എന്ന് പറയുന്നു. ബാബയും പറയുന്നു എൻ്റേതായ ശേഷം മായയുടേതായി മാറുന്നു. അപ്പോൾ അവരെയും ട്രേറ്റർ എന്ന് പറയുന്നു. അവരുടെ പെരുമാറ്റം തന്നെ ഇങ്ങനെയായി പോകുന്നു. ഇപ്പോൾ ബാബ മായയിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരിക്കുന്നു. കുട്ടികൾ പറയുന്നു മായ വളരെ ദുർഘടമായ ഒന്നാണ്. അതിൻ്റെ നേർക്ക് വളരെയധികം വലിക്കുന്നു. മായ കാന്തം പോലെയാണ്. ഈ സമയത്ത് കാന്തത്തിൻ്റെ രൂപം ധരിക്കുന്നു. ലോകത്തിൽ എത്ര സൗന്ദര്യം വർദ്ധിച്ചിരിക്കുകയാണ്. മുൻപ് ഈ സിനിമയും മറ്റും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം 100 വർഷത്തിലാണ് ഇറങ്ങിയത്. ബാബ അനുഭവിയാണല്ലോ. കുട്ടികൾ ഈ ഡ്രാമയുടെ ഗുഹ്യ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓരോ കാര്യവും ആക്യുറേറ്റായി അടങ്ങിയിരിക്കുകയാണ്.
100 വർഷം കൊണ്ട് ഇത് സ്വർഗം പോലെ ആയിരിക്കുകയാണ്. ഓപ്പോസിഷന് വേണ്ടി ഇപ്പോൾ സ്വർഗം ഇനിയും വേഗത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സയൻസും വളരെയധികം ഉപയോഗത്തിൽ വരുന്നു. ഇത് വളരെയധികം സുഖം നൽകുന്ന ഒന്നുമാണല്ലോ. ആ സുഖം സ്ഥായിയാകണം. അതിനുവേണ്ടി ഈ പഴയ ലോകത്തിൻ്റെ വിനാശവും ഉണ്ടാകേണ്ടതുണ്ട്. സത്യയുഗത്തിൻ്റെ സുഖം തന്നെ ഭാരതത്തിൻ്റെ ഭാഗ്യത്തിലാണുള്ളത്. അവർ വരുന്നത് തന്നെ പിന്നീടാണ്, ഭക്തിമാർഗം ആരംഭിക്കുമ്പോൾ. എപ്പോഴാണോ ഭാരതവാസികൾ വീഴുന്നത്, അപ്പോൾ മറ്റ് ധർമ്മത്തിലുള്ളവർ നമ്പർ അനുസരിച്ച് വരുന്നു. ഭാരതം വീണു വീണ് പൂർണ്ണമായും നിലം പതിക്കുന്നു. വീണ്ടും കയറേണ്ടതുണ്ട്. ഇവിടെയും കയറുന്നു, പിന്നെ വീഴുന്നു. എത്ര പേർ വീഴുന്നു കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലരാണെങ്കിൽ ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് അംഗീകരിക്കുന്നതേയില്ല. ആരുടെ മഹിമയാണോ ബാബ ചെയ്യുന്നത്, ആ നല്ല നല്ല സർവീസുകൾ ആയവരും മായയുടെ പിടിയിൽ അകപ്പെടുന്നു. ഗുസ്തി നടക്കുന്നുവല്ലോ. മായയും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു. പെട്ടെന്ന് പൂർണ്ണമായും വീഴ്ത്തുന്നു. മുന്നോട്ട് പോകവേ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാകും, മായ പെട്ടെന്ന് പൂർണ്ണമായും ഉറക്കുന്നു. എന്നിരുന്നാലും ബാബ പറയുന്നു, ഒരു തവണ ജ്ഞാനം കേട്ടുവെങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും വരും. പിന്നെ പദവി നേടാൻ സാധിക്കില്ലല്ലോ. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് എന്ത് പുരുഷാർത്ഥം ചെയ്തുവോ, അഥവാ പുരുഷാർത്ഥം ചെയ്ത് വീണുവോ, അതേപോലെ തന്നെ ഇപ്പോഴും വീഴുകയും കയറുകയും ചെയ്യുന്നു. തോൽവിയും ജയവും ഉണ്ടാകുന്നുവല്ലോ. മുഴുവൻ ആധാരവും കുട്ടികളുടെ ഓർമ്മയുടെ മേലാണ്. കുട്ടികൾക്ക് ഈ അളവറ്റ ഖജനാവ് ലഭിക്കുന്നു. അവരാണെങ്കിൽ എത്ര ലക്ഷങ്ങളുടെ പാപ്പരാകുന്നു. ചിലർ ലക്ഷങ്ങളുടെ ധനവാനാകുന്നു. അതും ഒരു ജന്മത്തിൽ. അടുത്ത ജന്മത്തിൽ ഇത്രയും ധനം ഉണ്ടായിരിക്കില്ല. കർമ്മഭോഗവും വളരെയധികമുണ്ട്. അവിടെ സ്വർഗത്തിലാണെങ്കിൽ കർമ്മഭോഗത്തിൻ്റെ കാര്യമേ ഉണ്ടായിരിക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് എത്ര ശേഖരിക്കുന്നു. ആര് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യുന്നു, അവർ പൂർണ്ണമായും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നു. നമ്മൾ തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നു എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. വീണ്ടും വീഴും എന്ന് ചിന്തിക്കരുത്. ഈ ഒന്ന് ഏറ്റവും കൂടുതൽ വീണു, ഇപ്പോൾ പിന്നെ കയറുക തന്നെ വേണം. ഓട്ടോമാറ്റിക്കലി പുരുഷാർത്ഥവും നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നോക്കൂ, മായ എത്ര പ്രബലമാണ്. മനുഷ്യരിൽ എത്ര അജ്ഞാനം നിറഞ്ഞിരിക്കുന്നു. അജ്ഞാനം കാരണം ബാബയെയും സർവവ്യാപി എന്ന് പറയുന്നു. ഭാരതം എത്ര ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ദേവതമാർക്ക് എത്ര മഹിമയാണുള്ളത്. എന്നാൽ കുട്ടികളായ നിങ്ങളല്ലാതെ ആരും അറിയുന്നില്ല. നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ജ്ഞാനസാഗരവും പരിധിയില്ലാത്ത ബാബ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ടും മായ വളരെ പേരെ സംശയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അസത്യവും കപടതയും ഉപേക്ഷിക്കുന്നില്ല. അതിനാൽ അപ്പോൾ ബാബ പറയുന്നു, തൻ്റെ സത്യസത്യമായ ചാർട്ട് എഴുതൂ. പക്ഷേ ദേഹാഭിമാനം കാരണം സത്യം പറയുന്നില്ല. അപ്പോൾ അതും വികർമ്മമാകുന്നു. സത്യം പറയേണ്ടതാണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഗർഭജയിലിലും വളരെയധികം ശിക്ഷ ലഭിക്കുന്നു. പശ്ചാത്തപിച്ച് നിലവിളിക്കുന്നു, നമ്മൾ വീണ്ടും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യില്ല. ആർക്കെങ്കിലും അടികൊള്ളുകയാണെങ്കിലും ഇങ്ങനെ മാപ്പ് യാചിക്കുന്നു. ശിക്ഷ ലഭിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മായയുടെ രാജ്യം എപ്പോൾ മുതൽ ആരംഭിച്ചു. പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബാബ കാണുന്നുണ്ട്, ഇവർ ഇത്രയും മധുരവും മൃദുവും ആകുന്നില്ല. ബാബ എത്ര മൃദുവായി കുട്ടികളെ പോലെ നടക്കുന്നു. കാരണം ഡ്രാമ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചുവോ ഡ്രാമയുടെ ഭാവി എന്ന് പറയും.
ഭാവിയിൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു. ഈ ബാപ്പ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ദാദയുടെ തൻ്റേതായ മതമുണ്ട്, ഈശ്വരൻ്റെ തൻ്റേതായ മതമുണ്ട്. ഈ മതം ആരാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതും പിതാവാണല്ലോ, പിതാവിൻ്റേത് അംഗീകരിക്കേണ്ടതാണ്. ബാബയാണെങ്കിൽ മുതിർന്ന ബാബയാണല്ലോ. അതിനാൽ ബാബ പറയുന്നു, ശിവ് ബാബയാണ് മനസ്സിലാക്കിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. മനസ്സിലാക്കുകയില്ലെങ്കിൽ പദവിയും നേടുകയില്ല. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ബാബയുമുണ്ട്, ദാദയുമുണ്ട്. പിതാവിൻ്റെ ശ്രീമത്ത് ലഭിക്കുന്നു. മായ ഇങ്ങനെയാണ്. അത് മഹാവീരനും ഗുസ്തിക്കാരനുമായവരെ കൊണ്ടുപോലും ഏതെങ്കിലുമൊക്കെ തലകീഴായ പ്രവൃത്തി ചെയ്യിക്കുന്നു. ഇവർ ബാബയുടെ മതത്തിലൂടെ അല്ല നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സ്വയവും ഫീൽ ചെയ്യുന്നു, ഞാൻ എൻ്റെ ആസുരീയ മതത്തിലാണ്. ശ്രീമത് നൽകുന്നവൻ വന്ന് ഉപസ്ഥിതനായി. ആ ഒന്നിൻ്റേത് ഈശ്വരീയ മതമാണ്. ബാബ സ്വയം പറയുന്നു, അഥവാ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ഏതെങ്കിലും മതം ലഭിച്ചാൽ പോലും ഞാൻ അതിനെ ശരിയാക്കുവാനായി ഇരിക്കുകയാണ്. ഏതായാലും ഞാൻ രഥം എടുത്തിരിക്കുകയാണല്ലോ. ഞാൻ രഥം സ്വീകരിച്ചു. അപ്പോൾ തന്നെയാണ് ഇദ്ദേഹം അധിക്ഷേപിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ ഒരിക്കലും അധിക്ഷേപിക്കപ്പെട്ടിട്ടില്ല. ഞാൻ കാരണം എത്ര അധിക്ഷേപമേൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെയും സംരക്ഷിക്കേണ്ടി വരും. ബാബ തീർച്ചയായും രക്ഷിക്കുന്നു. ഏതുപോലെ കുട്ടികളുടെ രക്ഷ പിതാവ് ചെയ്യുന്നുവല്ലോ. എത്രത്തോളം സത്യതയോടെ നടക്കുന്നു അത്രയും രക്ഷയുണ്ടാകുന്നു. അസത്യത്തിൻ്റെ രക്ഷ ഉണ്ടാകുന്നില്ല. അവർക്ക് പിന്നെ ശിക്ഷകൾ നിലകൊള്ളുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മായ പൂർണ്ണമായും മൂക്കിന് പിടികൂടി ഇല്ലായ്മ ചെയ്യുന്നു. കുട്ടികൾ സ്വയം ഫീൽ ചെയ്യുന്നു, മായ ഭക്ഷിക്കുന്നു. പിന്നെ പഠനം ഉപേക്ഷിച്ചു പോകുന്നു. ബാബ പറയുന്നു, പഠനം തീർച്ചയായും പഠിക്കൂ. ശരി, ആരുടെ തെറ്റാണ്? ഇതിൽ ആര് എങ്ങനെ ചെയ്യുമോ അതുപോലെ ഭാവിയിൽ നേടും. കാരണം ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മായ ഈ വിധം ഇല്ലായ്മ ചെയ്യുന്നു. അത് കാരണം ആ സന്തോഷം നിലനിൽക്കുന്നില്ല. പിന്നെ നിലവിളിക്കുന്നു, ബാബ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ വളരെ സൂക്ഷിച്ചിരിക്കുന്നു, ആരും ഇല്ലായ്മ ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി. എന്നിരുന്നാലും കൂടുതൽ ശക്തിയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ വീഴ്ത്തുന്നു, പിന്നെ അടുത്ത ദിവസത്തേക്ക് വയ്ക്കുന്നു. ഈ മായയുടെ യുദ്ധം അവസാനം വരെയും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല കുട്ടികളും സത്യം പറയുന്നില്ല. മാനത്തിൻ്റെ വളരെയധികം ഭയമുണ്ട്. ബാബ എന്തു പറയും എന്നറിയില്ല. സത്യം പറയാത്തത് വരെയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഉള്ളിൽ നീറിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ വർധനവുണ്ടാകുന്നു. സ്വയമേ സത്യം ഒരിക്കലും പറയില്ല. ചിലപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ അവർ വിചാരിക്കും, ഇയാൾ ബാബയെ കേൾപ്പിച്ചാൽ ഞാനും കേൾപ്പിക്കാം. മായ വളരെ ദുർഘടമാണ്. അവരുടെ ഭാഗ്യത്തിൽ ഇത്രയും ഉയർന്ന പദവിയില്ലെങ്കിൽ സർജനോട് ഒളിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒളിപ്പിക്കുന്നതിലൂടെ രോഗം ഒഴിഞ്ഞു പോകില്ല. എത്രത്തോളം ഒളിപ്പിക്കുമോ അത്രയും വീണുകൊണ്ടേയിരിക്കും. ഭൂതം എല്ലാവരിലും ഉണ്ടല്ലോ. കർമാതീത അവസ്ഥ ഉണ്ടാകാത്തത് വരെയും ക്രിമിനൽ ആയും ഉപേക്ഷിക്കുന്നില്ല. ഏറ്റവും വലിയ ശത്രുവാണ് കാമം. പലരും വീണുപോകുന്നു. ബാബയാണെങ്കിൽ വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കുന്നു, ശിവ് ബാബയെ അല്ലാതെ ദേഹധാരികളെ ആരെയും ഓർമ്മിക്കാൻ പാടില്ല. ചിലർ ഈ വിധം പക്വമാണ്. അവർക്ക് ഒരിക്കലും ആരുടെയും ഓർമ്മ പോലും വരില്ല. പതിവ്രതയായ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് കുബുദ്ധി ഉണ്ടായിരിക്കില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
നമ്മളെ പഠിപ്പിക്കുന്നവൻ സ്വയം ജ്ഞാനത്തിൻ്റെ സാഗരമായ പരിധിയില്ലാത്ത ബാബയാണ്. ഇതിൽ ഒരിക്കലും സംശയം കൊണ്ടുവരരുത്. അസത്യവും കപടതയും ഉപേക്ഷിച്ച് തൻ്റെ സത്യസത്യമായ ചാർട്ട് വയ്ക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും ട്രൈറ്റർ ആകരുത്. ഡ്രാമയെ ബുദ്ധിയിൽ വച്ച് ബാബയ്ക്ക് സമ്മാനം വളരെ വളരെ മധുരവും മൃദുവും അഥവാ വിനയമുള്ളവരും ആയിരിക്കണം. തൻ്റെ അഹങ്കാരം കാണിക്കരുത്. തൻ്റെ മതം ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ നടക്കണം. വരദാനം: ഒരു ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീനായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന സർവ ആകർഷണമുക്തരായി ഭവിക്കട്ടെ. ബാബ്ദാദ കുട്ടികളെ തൻ്റെ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും മടിത്തട്ടിൽ ഇരുത്തി ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ മാർഗം പ്രയത്നത്തിൻ്റേതല്ല. എന്നാൽ എപ്പോഴാണോ ഹൈവേക്ക് പകരം തെരുവുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യത്തിൻ്റെ അടയാളവും കടന്ന് മുന്നോട്ട് പോകുന്നത്, അപ്പോൾ മടങ്ങി വരുന്നതിൻ്റെ പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. പ്രയത്നത്തിൽ നിന്നും ഒഴിവാകാനുള്ള ഉപാധിയാണ് ഒന്നിൻ്റെ സ്നേഹത്തിലിരിക്കൂ. ഒരു ബാബയുടെ ലവിൽ ലീനമായി ഓരോ കാര്യവും ചെയ്യൂ. അപ്പോൾ മറ്റൊന്നും കാണപ്പെടില്ല. സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകും. സ്ലോഗൻ: മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും തൻ്റെ ഭാഗ്യത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തക സിംഹാസനത്തിൽ തിളങ്ങുന്ന തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. സങ്കൽപ്പിക്കൂ, ഞാൻ പവിത്ര സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ വിദേഹിയായി പരമധാമത്തിൽ എത്തിച്ചേരുന്നു. പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൽ ഞാൻ എൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പവിത്ര കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നു. എന്നിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പരമാത്മാ പവിത്രതയുടെ ശക്തി ആത്മാവിലെ രാജസികവും താമസികവുമായ സംസ്കാരങ്ങളെ സമാപ്തമാക്കുന്നു. ഞാൻ എൻ്റെ അനാദി സദോഗുണി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥ നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ ദേഹമാകുന്ന രഥത്തിൽ അവതരിക്കുന്നു.